ഈ ജീവിതത്തിൽ എങ്ങനെ സത്യരാളാണ് അല്ലേ? അവർ ടു ബി ഫാബുലസ് ആയിട്ട് നമ്മളെങ്ങനെ എഴുതാൻ മതിയാണ്. രാവിലെ ആവണ്ട്, ഉച്ച ആവണ്ട്, വൈകുന്നേരം ആവണ്ട്, രാത്രി ആവണ്ട്, കടന്നു നോക്കുന്നുണ്ട്, പിറ്റേന്ന് രാവിലെ ആവണ്ട്, പിന്നെ അത് തന്നെ ആവണ്ട്. അങ്ങനെ മതിയാ. നബിയുടെ ജീവിതത്തിലെ ഖദീജ റളിയല്ലാഹു അല്ലേ, ആ സഹാബി വനിതയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? നബിയുടെ എല്ലാ മെന്റലി സ്ട്രെസ് വരുന്ന സമയത്തും രൂപത്തിൽ കിട്ടിയ സമയത്തും നബിയുടെ കൂടെ ഇടപഴകി ഇറുകി ചേർന്ന് നബിയെ എന്താ പറയാ, നബി സഹാബി ഖദീജ റളിയല്ലാഹുവിന്റെ മരണത്തിന് ശേഷവും ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിച്ചത് നബിയുടെ ഖദീജ റളിയല്ലാഹുവിനെ പറ്റിയല്ലേ. അങ്ങനെ ഒരു വനിത നമ്മുടെ മുന്നിലുണ്ട്, എല്ലാത്തിനും വഴികാട്ടിയായിട്ട് അല്ലെ, എല്ലാ കാര്യങ്ങൾക്കും മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു വനിത നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോ നമുക്ക് എന്തുകൊണ്ട് ശക്തി പ്രാപിച്ചൂടാ? നമുക്ക് ശക്തി പ്രാപിക്കണ്ടേ? റെഡിയാണോ? അതിന് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? പോസിറ്റീവ് അഫർമേഷൻസ് വേണം. എന്താണ് ഈ പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മള് നമ്മളെ തന്നെ അറിയാം അല്ലെ, നമ്മളോട് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത്? ഞാനിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവല്ലേ, ഞാനിന്ന് ഹാപ്പിയാണ്, ഞാനിന്ന് മൈൻഡ്ഫുൾ ആണ്, ഞാനിന്ന് കൂടുതൽ സന്തോഷവതിയാണ്, ഞാനിന്ന് യുണീക്കാണ്, ഞാനിന്ന് പീസ്ഫുൾ ആണ് എന്നൊക്കെ പറയാം. നമ്മളോട് പറയാൻ ഏറ്റവും അർഹതയുള്ള ആളാണെന്നറിയോ? പുറത്തുള്ള ആരെങ്കിലാണ് നമ്മളോട് പറയാം ഏറ്റവും കൂടുതൽ നമ്മളോട് പറയാനാ, സംസാരിക്കുന്ന ആരാ? നമ്മളല്ലേ? ആണോ? കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോ നമ്മളെ ആരെ കാണാം? വേറെ ആരെ കാണോ? നമ്മളല്ലേ കാണാം. അപ്പൊ നമ്മളോട് പറയാണ് ഞാനിത് ഹാപ്പിയാണ് എന്ന് പറയാം, ഞാനിത് മൈൻഡ്ഫുൾ ആണെന്ന് വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ മൈൻഡിനോടില്ലേ, നമ്മൾ എന്താണോ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരുന്നത് ആ സാധനം മാത്രം നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരുന്നുള്ളൂ. അങ്ങനെയാണോ? കുശുമ്പും അസൂയും വിദ്വേഷവും ഒക്കെ കൂടെ മൈൻഡിൽ നിറച്ചു കൊടുക്കാണ്. എന്നിട്ട് മൈൻഡ് നമ്മളോട് പറയാ നിങ്ങൾ ഹാപ്പി ആയിക്കോന്ന് അറിയില്ല. നമ്മൾ കൊടുത്ത സാധനല്ലേ, കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് അല്ലേ? സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? എന്ത് നമ്മൾ പറഞ്ഞാലും അങ്ങനെ പിടിച്ചെടുക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് പറയും ഇത് നേരത്തെ പറഞ്ഞില്ലേ ഹാപ്പി ആണെന്ന് പറഞ്ഞില്ലേ, ഇത് ഹാപ്പി ആയിക്കോട്ടോ എന്ന് നമ്മളോട് പറയും. അതിനാണ് നമ്മള് അഫർമേഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മള് ജീവിതത്തിൽ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. ഒരിക്കലേ ഒരു ധനികനുണ്ടായി. അപ്പൊ ഈ ധനികന് എന്നും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ധനികനാണ്. അതുകൊണ്ട് ആർക്കും അയാൾ ഇഷ്ടമല്ല. ഈ പരാതി ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും? ഉണ്ടാവോ? നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ അതെങ്ങനെ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഇയാളുടെ ഒരു 80ാം പിറന്നാളായി ഈ ധനികന്റെ. അപ്പൊ 80ാം പിറന്നാളായപ്പോ ധനികനൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പൊ 80ാം പിറന്നാളായ സമയത്ത് ഇയാള് ഈ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഇയാൾ അതീവ സന്തുഷ്ടനായിട്ട് കാണപ്പെട്ടു. അപ്പൊ ജനങ്ങളെ ചോദിച്ചു, അല്ലയോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സന്തുഷ്ടനായിട്ട് കാണപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ അയാൾ പറയാണ്, ഇതുവരെ ഞാന് സന്തോഷം ഇങ്ങനെ തേടിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയും. എവിടെയാ സന്തോഷം? കടയിൽ പോയിട്ട് ഒരു 500 രൂപ സന്തോഷം കിട്ടുമെന്ന് ചോദിച്ചാലും കൊടുക്കുമോ? കൊടുക്കാം? ഇല്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ സന്തോഷം എന്നിൽ തന്നെ കണ്ടെത്തി. ഞാൻ കണ്ടെത്തി സന്തോഷം എന്താണ്, അതുകൊണ്ട് അയാൾ ഹാപ്പിയായി. അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാക്കണേ, നമ്മളെ ചിന്തയിൽ സന്തോഷം ഉണ്ടാക്കണേ ഹോർമോൺസ് ഉണ്ട് അല്ലേ? ഡോപാമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ. ഞാൻ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറയണില്ല. 4 ഹോർമോൺസ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഈ ഭാഷണം കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോ നിങ്ങളുടെ ഡോപാമിൻ വർദ്ധിക്കും. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഡോപാമിനൊക്കെ വർദ്ധിച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രെസ്സോ ആൻസൈറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായിട്ട് നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ പറ്റും. നമ്മുടെ ലൈഫില് പുഞ്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലേ? പുഞ്ചിരി എന്താണ്? പുഞ്ചിരി സ്വതക്കയാണ് നമ്മളെ പഠിപ്പിച്ചില്ലേ അല്ലേ? പുഞ്ചിരി സ്വതക്കയാണ്. അപ്പൊ നമ്മളിങ്ങനെ പുഞ്ചിച്ചോണ്ടിരിക്കുന്ന മുഖം അതൊക്കെ കിട്ടണമെങ്കിൽ എന്താക്കണം? ഈ ഓക്സിജൻ വർദ്ധിക്കണം. എൻഡോ
ഓക്സിജൻ വർദ്ധിക്കണം. അതിനാണ് നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രകൃതി കാണാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ കൊടുത്ത് നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ സെറ്റ് ആക്കി നല്ല ഇമ്പ്രൂവ് ആക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോ നമുക്ക് ഓൾറെഡി ജീവിതത്തിൽ എന്താവാൻ കഴിയും?